ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ ആളുടെ പ്രസന്റ് സിറ്റുവേഷൻ. എനിക്ക് കാർഡൊന്നും വലുതായിട്ട് ഷഫിൾ ചെയ്യാൻ അങ്ങനെ കാര്യമായിട്ട് അറിയില്ല കേട്ടോ, സോറി. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലോട്ടും അമിത ആത്മവിശ്വാസത്തോടു കൂടി പോയിരിക്കുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് ഒരുപാട് ആളുകളെ വിശ്വസിക്കുന്നു. എല്ലാത്തിനും ഇത്തിരി ഓവറായിട്ടുള്ള പരിപാടി കൂടുതലാണ്. ഇപ്പൊ ദേഷ്യം വരുമ്പോൾ ദേഷ്യം ചിലപ്പോൾ കൂടുതലായിരിക്കും, വാശി പിടിക്കുമ്പോൾ വാശി ചിലപ്പോൾ കൂടുതലായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഈഗോ ഇത്തിരി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് കൂടുതലായിരിക്കും. പോസിറ്റീവിന്റെ കൂടെ നെഗറ്റീവും വളരെയധികം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വേറെ ആരോടെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പുള്ളിയെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ തന്നെ ബുദ്ധിമുട്ടിലോട്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ആക്കും. കാരണം എന്ത് കാര്യത്തിനും ഞാൻ തൊട്ടതെല്ലാം പൊന്നാക്കും, ഞാൻ അത് തൊട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയാക്കും, അല്ലെങ്കിൽ അവര് എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്ന് മറ്റുള്ളവരെ വിശ്വസിക്കേണ്ട ആളുകളെ വിശ്വസിക്കുന്നില്ല. ശരിക്കും വിശ്വസിക്കേണ്ട വ്യക്തികളെ വിശ്വസിക്കാതെ ഒരു ജീവിതത്തിന് ഒരു ഉപയോഗവും വരുത്താത്ത ആളുകളെ അമിത പ്രാധാന്യം കൊടുത്ത് വിശ്വസിച്ചിരിക്കുന്നു. അതിൽ കൂടി എന്താണ് ഇവർക്ക് ഉണ്ടാവുന്നതെന്ന് ഇവര് പോലും അറിയുന്നില്ല. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഈ നിങ്ങളുടെ ആള് എന്തൊക്കെ തരം ഉടായ്പ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു നല്ല ഒരു ഇത് വരുന്നില്ല. എന്തൊക്കെ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മെനയാകുന്നില്ല എന്നൊക്കെ പറയണ പോലെ ഒരു ഇത് വരുന്നില്ല, ഒരു വൃത്തി വരുന്നില്ല. പുള്ളിക്ക് എങ്ങനെയാ അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും രക്ഷപ്പെടണം, പക്ഷെ അത് അങ്ങോട്ട് അങ്ങനെ വെടിപ്പാവുന്നില്ല, വൃത്തിക്ക് അങ്ങനെ വരുന്നില്ല. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചന, ചിന്ത, എന്താണ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നുണ്ടല്ല, സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അടിപൊളിയാണ്, ഞാൻ വളരെയധികം സന്തോഷം, സമാധാനം ഒക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് ഈ പുറം മോടിയായിട്ട് കാണിക്കുന്നു. നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കാണാത്ത വ്യക്തിയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തത്രപ്പാടിലാണ്. ഞാൻ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെയധികം നല്ല രീതിക്കാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം നല്ല നല്ല കാര്യങ്ങൾക്കാണ് ജീവിക്കുന്നത്. പക്ഷെ ഉള്ളിലൊരു മൂകതയാണ്, എന്തിലോ പെട്ടിരിക്കുന്ന ഒരു മൂകത. അത് അവനവനെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും പതിയെ പതിയെ അതിന്റെ ബോധം വന്നിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എവിടെ പോയാലും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഏത് വ്യക്തികളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അവിടെ എന്തൊക്കെ പ്രവർത്തികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവരെക്കാളും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വ്യക്തിനെ. കാരണം ആ സ്വഭാവം ഉണ്ടല്ലോ, ഒരു ആരുടെ അടുത്ത് എന്തൊക്കെ പ്രകടമാക്കും,
എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. കാരണം നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമതി നിങ്ങളുടെ വ്യക്തിയാണെന്നാണ്. കാരണം നിങ്ങളുടെ വ്യക്തിനെ ഈ ലോകത്ത് ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ പരിപാടികളും ഇവർക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ഒരു മിഥ്യാധാരണകൾ ഇപ്പോഴും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എടുത്തുചാട്ടം. കാരണം എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല, എന്നെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. അമിതമായാൽ അമൃതം വിഷമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ആത്മവിശ്വാസം ഒരുപാടാണ്, കൂടിപ്പോയി. അപ്പൊ അതില് ചില സിറ്റുവേഷൻസിൽ ചെന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. നമ്മളിങ്ങനെ ഞെരുങ്ങൂലേ ചില സിറ്റുവേഷൻ, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞെരുങ്ങിപ്പോവില്ലേ, ആ ഒരു ഞെരുക്കം നിങ്ങളുടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള പല രീതിയിലുള്ള പരിപാടികൾ, നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നറിയാലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ചില കുണുകുണു വിദ്യകളും ഇവിടെ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പലയിടത്തും നടപ്പിലാക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ലക്ഷ്യത്തിലോട്ടെത്താൻ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള, ചിലപ്പോൾ അത് ഒരു ബിസിനസ് കാര്യത്തിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവരൊരു മനസ്സിൻ്റെ അകത്ത് ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്, എനിക്കത് അങ്ങനെ ആകണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കാം. കുറച്ചും കൂടി ഫിനാൻഷ്യലി വെൽത്തായിട്ട് ജീവിക്കണം, കുറച്ചും കൂടി ഫിനാൻഷ്യലി നല്ല ഒരു വെൽ സെറ്റിൽഡ് ആകണം, കുറച്ച് ലക്ഷറി കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. അതായത് ചില കാര്യങ്ങളിലോടൊക്കെ ഇത്തിരി അമിതമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ക്രൈസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് അതെൻ്റെ അടുത്തോട്ട് തന്നെ തരണം, അല്ലെങ്കിൽ അത് ഒരാൾ ഗിഫ്റ്റ് ആയിട്ടെങ്കിലും തരണം. അതെവിടെയാണ് കിട്ടുന്നത്, അങ്ങോട്ടൊക്കെ ഒരു അട്രാക്ഷൻ കൂടുതലാണ്. ചില ക്രൈസ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുടെ അടുത്തോട്ട് അട്രാക്ഷൻ ഇത്തിരി ഒരുപാടാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവര് കുടുങ്ങിയ സിറ്റുവേഷന് എത്രത്തോളം അവരെ ഭാവിയിലാണെങ്കിലും ഇപ്പോഴും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ കുടുക്കത്തിന്റെ ആക്കം കുറച്ചും കൂടി മൂർധന്യാവസ്ഥയിലോട്ട് എത്തുമോ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് അത് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഒരു ഇത് വന്നിട്ടില്ല. കാരണം പൊട്ടക്കിണറ്റിൽ വീണ തവളേനെ പോലെ അതാണ് ലോകം, ഇതാണ് കറക്റ്റ് പരിപാടികൾ എന്ന് ശരിക്കും വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് മുന്നേറണം, എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കണം, എനിക്ക് എൻ്റെ വാശിയാണ് വലുത്, എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. ഓക്കെ, ആവശ്യമില്ലാത്ത ഒന്നല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളോടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുടെ ഉപയോഗം ഉണ്ടാകാം. ആവശ്യമില്ലാത്ത ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു സാധനങ്ങളോട് അഡിഷൻ ഉണ്ടാകാം, ഏതെങ്കിലും പരിപാടികളിലോട്ട് ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആളുടെ ഒരു കാര്യം, എനിക്ക് പുതിയ ജീവിതം വേണം, എനിക്കിങ്ങനെ പറ്റില്ല, എനിക്ക് പുതിയ ജീവിതം ജീവിക്കണം, അത് വലിയ വലിയ കാര്യങ്ങളായിരിക്കണം. അങ്ങനെ വളരെയധികം അഭിനിവേശത്തോടു കൂടി നിൽക്കുന്ന കാര്യങ്ങൾ. ഇത് അത് തന്നെ. ഇത് മുങ്ങിത്താഴാൻ പോകുന്ന ഒരു പരിപാടി വന്നു കഴിഞ്ഞാലും പുറമെ അതെന്റെ വിജയമാണ്, അതെന്റെ വിജയത്തിലോട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല, അതെന്റെ വിജയം തന്നെയാണ്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കും, ഞാൻ 10 അടി മുമ്പിലേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ വാശി പിടിച്ച് അത്രയും അതിൽ ഉള്ളില് എന്തെന്നാണ് എവിടെയാണോ കിടക്കുന്നത്, ചിലപ്പോ അവിടെ അവർക്ക് അധീനതയിൽ താമസിക്കുകയോ അവരുടെ അധീനതയിൽ പല കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ അവരുടേതായിട്ടുള്ള
പരിപാടികളിൽ ബുദ്ധിമുട്ട് ആക്കുകയോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ വ്യക്തിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ മനസ്സമാധാനക്കേടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷെ പുറം ലോകത്തിനെ അറിയിക്കുന്നത് ഒന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ നല്ല അടിപൊളിയാണ്, ഞാൻ നല്ല പൊളി സാധനമാണ്, ഞാൻ നല്ല കലക്കനാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഒരു വാഗ്വാദങ്ങളും ഒക്കെയാണ്. പിന്നെ ചില ആളുകളുണ്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത്, ഇവിടെ രണ്ടു തരം ആളുകളുണ്ട്. ചില ആളുകള് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിട്ട് അയ്യോ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ആയിരുന്നു, എന്റെ സാഹചര്യം വന്നപ്പോ ഇങ്ങനെയായി, എന്റെ അവസ്ഥ അങ്ങനെയാണ്, എന്റെ കാര്യങ്ങൾ, അതായത് നിങ്ങളെ ദേഷ്യത്തിലിരിക്കുന്ന നിങ്ങളെ സഹതാപം പിടിച്ചു പറ്റി, അല്ലെങ്കിൽ നിങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ വ്യക്തികളെയോ സഹതാപം പിടിച്ചു പറ്റി ദേഷ്യത്തിൻ്റെതിൽ നിന്നും സഹതാപത്തിൻ്റെതായിട്ടുള്ള ട്രാക്കിൽ കൊണ്ടുവരുന്ന ഒരു ട്രാക്കുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ട്രാക്കുകാരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ച് ആളുകളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. 18 അടവുകളും കഴിഞ്ഞ് 19ാമത്തെ അടവുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, ഇവരെത്ര ചീത്ത ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊന്നും കിട്ടില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അതിപ്പോ ആരുടെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആരെ ഇവര് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അവരെ തിരിച്ചു തോൽപ്പിക്കാനുള്ള പവർ ഇവർക്കുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു തോൽപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഇവർക്കുണ്ട്, പവർ ഉണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പവറേഷ് ആണെന്ന് തോന്നണം. നിങ്ങളുടെ വ്യക്തിയുടെ പേരാണ് പവറേഷ്. ഒരു പവറേഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കാരണം എല്ലാത്തിനെയും ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാൻ തന്നെ വിജയം കാണും എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ഒരു ആത്മവിശ്വാസത്തിലിരിക്കുകയാണ് മച്ചമ്പി. എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള എവിടെ ചെന്നാലും അവിടെ ആദ്യം പുള്ളിയുടെ സ്വഭാവം ഒന്നും കാണിക്കത്തില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിന്റെ സ്വഭാവം ഒന്നും കാണിക്കില്ല. പിന്നെ 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 ഇത്തിരി അടുത്തടുത്ത് വരുമ്പോഴാണ് കൂടെ നിൽക്കുന്നവരാണെങ്കിലും മനസ്സിലാകുന്നത് ഇത് വിചാരിക്കുന്ന പോലെയല്ല, ഇത് ഇത്തിരി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പാടാണെന്ന്. കൂടെ ഇത്തിരി ഇങ്ങനെ ബന്ധം ഇത്തിരി ദൃഢമാവുമ്പോഴേ ഈ ആളെ പറ്റി ഇത്തിരി പിടുത്തം കിട്ടുള്ളൂ. ആദ്യമൊക്കെ എന്താണ്, ആദ്യമൊക്കെ മണാലി പോലെ നല്ല ഇങ്ങനെ തണുപ്പും മഞ്ഞുകട്ട അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നല്ല തണുപ്പൻ കാലാവസ്ഥയായിരിക്കും. പക്ഷേ പിന്നെ പിന്നെ അടുത്തടുത്ത് കഴിയുമ്പോഴാണ് അയ്യോ ഇത് അതൊന്നുമല്ല, ഇത് നല്ല ഒരു കരിമ്പാറയാണല്ല, ചൂടാണല്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മച്ചമ്പീനെ തിരിച്ചറിയാൻ ഒന്നല്ലെങ്കിൽ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ചെയ്യുന്ന പ്രവർത്തികളായിരിക്കാം ബുദ്ധിമുട്ടിലോട്ടായിട്ട് വരുന്നത്. ആദ്യമൊക്കെ പുള്ളിയുടെ കാര്യങ്ങളെ കാണിക്കും. പിന്നെ 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 അടുത്തടുത്ത് കഴിയുമ്പോൾ നൈസായിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കാം. നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളിലുണ്ട്, പിന്നെ ഉറക്കമില്ലായ്മയുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ ഉള്ളൊരു മനസ്സിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു തോന്നലുണ്ട്, എനിക്ക് പല ആളുകളോടും പല രീതിയിലുള്ള വാശിയുണ്ട്, എൻ്റെ വാശി ജയിക്കണം, ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അത് ഒരു സൈലന്റ് ആയിട്ട് ആത്മയുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പക്ഷെ പല കാര്യങ്ങളൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകാൻ ഇപ്പൊ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം. എന്തെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.